ഇതാട്ടോ നമ്മൾ ഡിസൈൻ ചെയ്ത ടോപ്പ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ഡിസൈൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന പ്ലെയിൻ ടോപ്പുകൾ ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ ടോപ്പുകൾ ഇടാൻ തന്നെ മടിയായിരിക്കും. കാരണം ഒരു ഡിസൈനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എങ്ങനെ ഇടും എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ടോപ്പുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നൂലുകളും ബീഡ്സ് ഒക്കെ കൊണ്ട് നമുക്കത് സൂപ്പർ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ സൂപ്പർ ആക്കി എടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒട്ടും വയ്ക്കേണ്ട, വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള റെഡ് കളർ ടോപ്പാണ് എടുക്കുന്നത്. ഇതിനാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സ്കെയിലും ചോക്ക് പീസും എടുക്കാം. എന്തിനാണ് ഇത് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വേണം നമ്മുടെ സ്റ്റോൺ ആണെങ്കിലും ബീഡ്സ് ആണെങ്കിലും നൂലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തത് ഞാൻ നിറ്റിംഗ് നൂൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് ലേഡീസ് സ്റ്റോഴ്സിൽ നിന്നൊക്കെ വില കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുതാ ഞാനിങ്ങനെ 4ആയിട്ട് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കണം. ഒറ്റയായിട്ട് കട്ട് ചെയ്തിട്ട് 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു കടുങ്കെട്ട് പോലത്തെ ഒരു കെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കത്രിക കൊണ്ട് 2 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടും അത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ആ ഒരു കറക്റ്റ് ഗ്യാപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 8 എണ്ണമാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ആ ഓരോന്നും നമ്മൾ ചെയ്തതുണ്ടല്ലോ അതിങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുവാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമല്ലോ. സൂചിയുടെ നൂല് കോർത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 കെട്ടിട്ടിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നോർമലി തയ്ക്കത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ഉള്ളതും ഒന്ന് തയ്ച്ചിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ബീഡ്സ് എടുക്കാം. വൈറ്റ് ബീഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്, റെഡിന് വൈറ്റ് കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ആ ബീഡ്സ് നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചും കൂടി പ്രിറ്റി ആയിട്ടിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബീഡ്സ് നമ്മൾ ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കുറച്ചും കൂടി ഭംഗി വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മൾ ആ ലൈൻ കൊടുത്തില്ലേ, അവിടെ നിന്ന് ഒരു നിറ്റിംഗ് നൂല് കുറച്ച് വലിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോർഷൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, മൂലയുള്ള ഭാഗം, അവിടെ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ തയ്ച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഒരു മിററും കൂടി ഞാൻ ഭംഗിക്ക് വേണ്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ബീഡ്സ് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയ ഔട്ട്ലുക്ക് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ടോപ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ ഭംഗിയാക്കാം. അപ്പൊ ഇതാട്ടോ നമ്മൾ ഡിസൈൻ ചെയ്ത ടോപ്പ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ടോപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള നിറ്റിംഗ് നൂലൊക്കെ കൊണ്ട് തയ്ച്ച് ബീഡ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തീരും കേട്ടോ. നിറ്റിംഗ് നൂലാണെങ്കിലും ബീഡ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അടുത്തുള്ള ലേഡീസ് സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതും വളരെ വില കുറഞ്ഞ രീതിയിൽ 10 രൂപക്കൊക്കെ വരെ മുത്തുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പും ഇതുപോലെയൊക്കെ നല്ലപോലെ ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിലിട്ടൊക്കെ ഡിസൈൻ ചെയ്തൊന്ന് സൂപ്പർ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാൻ. ബൈ, ടേക്ക് കെയർ.